ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണിത്. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. ചിക്കൻ ലിവറായിട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക്, അതായത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ചിക്കൻ്റെ ഒരു ലിവർ കൊണ്ടാണെങ്കിലും 2 ലിവർ കൊണ്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ചിക്കൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും എടുക്കാം. പിന്നെ ചിക്കൻ ലിവർ മാത്രമായിട്ട് മേടിക്കാനും കിട്ടും. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ക്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് 2 കറക്കിയാൽ മതി. അതായത് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട. ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. കണ്ട് ഇതിനകത്ത് കുറേ തരി പോലെ കാണുന്നുണ്ട്. ഇതുപോലെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 2 എഗ്ഗ് വേണം, കോഴിമുട്ട. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ വളരെ പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർക്കുക. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ കരകരപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്ത ലിവർ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ലിവർ കൊണ്ട് നമുക്ക് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ചേർക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഗീയിലോ റിഫൈൻഡ് ഓയിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. ബട്ടറിലും ചെയ്യാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഗീയിലോ ബട്ടറിലോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി ഡെലീഷ്യസ് ആയിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ലിവർ എഗ്ഗ് മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്യുക. ഇത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഭാഗം ഒന്ന് ഫ്രൈ ആകുകയും ചെയ്യും, മുകളും നന്നായിട്ട് കുക്കാകുകയും ചെയ്യും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. 2 മിനിറ്റ് ആയപ്പോഴേക്കും കണ്ടോ ലിവറെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ കുക്കാകാതെ പൊടിച്ചാലത് ശരിയാവില്ല. ഇങ്ങനെ ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് കുത്തിപ്പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യണ പോലെ തന്നെയാണ് ഇതും. ഒരു സൈഡ് മുരിഞ്ഞ് വരുന്നതാണ് കൂടുതൽ ടേസ്റ്റി. അതുകൊണ്ടാണ് ബോട്ടം മുരിഞ്ഞതിന് ശേഷം നമ്മളിത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തത്. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള വലുതാക്കി കട്ട് ചെയ്തത് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ടാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാള ഒരുവിധം സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക. നമ്മൾ നേരത്തെ ചതച്ചതാണ് ചേർത്തത് എഗ്ഗിലോട്ട്. ഇതിപ്പോൾ ചോപ്പ് ചെയ്ത് ചേർക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കുക. ഒരു പച്ചമുളകും വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് അതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നന്നായിട്ട് വിതറി ഇടുക, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അത് കിടക്കും. അപ്പോൾ എല്ലായിടത്തോട്ടും ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് നന്നായിട്ട് വിതറിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടൻസ് എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തോട്ടും നന്നായിട്ട് പിടിക്കും. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ
ചെറുനാരങ്ങ നീര് ചേർക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്താൽ 1 ടീസ്പൂൺ ജ്യൂസ് കിട്ടും. അത് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡർ തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇനി കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ലെസ് സ്പൈസി ആയിട്ടുള്ള, അതായത് അധികം മസാല ഒന്നും ചേർക്കാത്ത വളരെ ലൈറ്റായിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. വളരെ ടേസ്റ്റുമാണ്. ഗരം മസാല അങ്ങനെയുള്ള ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു.